ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് 21 ദിവസത്തെ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചുമായിട്ടാണ് കേട്ടോ. 100% വിശ്വസിച്ച് ഉപയോഗിക്കാം, 100% റിസൾട്ടും ഉറപ്പിക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ എങ്ങനെയാണ് എൻ്റെ മുടി കെയർ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മുടീനെ സ്നേഹിക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒന്നിനെ മാത്രമാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനും, ഇഷ്ടം തോന്നുന്ന ഒന്നിനാണല്ലോ നമ്മൾ നല്ലോണം കെയർ ചെയ്യുകയും ഇതാക്കുകയൊക്കെ ചെയ്യുക. അതുകൊണ്ട് നമ്മളെ മുടീനെ നല്ലോണം കെയർ ചെയ്യണം. കൂടാതെ നമ്മൾ ഒരു ദിവസം ഒരു 30 മിനിറ്റെങ്കിലും നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അത് നമുക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ടൈമിൽ നമ്മൾ ഒരു 30 മിനിറ്റ് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ മുടി നല്ലോണം വളരണം, അതേ നമ്മളെ മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിക്ക് തന്നെ മാറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മുടി ഞാൻ കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പാണ് കേട്ടോ ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മുടി നല്ലോണം കെട്ടൊക്കെ പോക്കിയെടുക്കണം. ചിക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് തന്നെ പോക്കണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചീർപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. അകന്ന പല്ലുള്ള വലിയ പല്ല് തന്നെ, അത് അകന്നിട്ടുള്ള അങ്ങനത്തെ വലിയ ചീർപ്പില്ലേ, അത് ഉപയോഗിച്ചിട്ട് വേണം മുടി കെട്ടൊക്കെ പോക്കാനും മുടി വാരാൻ വേണ്ടിയിട്ട്. കാരണം ചെറിയതാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. ഇതാകുമ്പോൾ മുടി പൊട്ടിപ്പോവില്ല, ചിക്ക് നല്ലോണം പോവുകയും ചെയ്യും. പിന്നെ നമ്മളെ കൈയിൻ്റെ വിരൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഓയിലാണോ തേക്കുന്നത് ആ ഒരു ഓയിൽ കുറച്ചെടുത്തിട്ട്, ഓയിൽ അധികം തലയിലേക്ക് തേക്കുന്നത് നല്ലതല്ല കേട്ടോ. കുറച്ച് ഓയിലെടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ സ്കാൽപ്പിലും മുടീൻ്റെ ഇഴയിലും എല്ലായിടും ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ എല്ലാവർക്കും മുടി കൊഴിച്ചിലുണ്ടാവും, മുടി കൊഴിച്ചിലില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പം കൊഴിഞ്ഞു പോയ മുടി പോവട്ടെ എന്ന് വിചാരിക്കുക. പുതിയത് എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം, ആ കൊഴിഞ്ഞു പോയതിൻ്റെ സ്ഥാനത്ത് പുതിയത് വളർത്തിയെടുക്കുക എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കുക. കൊഴിഞ്ഞു പോയ മുടീനെ പറ്റി നമ്മൾ ചിന്തിക്കുകയേ ചെയ്യരുത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ തൊട്ട് കഴിഞ്ഞ ശേഷം മുടി നേരെ ഇതേപോലെ ഒന്ന് മറച്ചിടുക കേട്ടോ, മുമ്പോട്ടേക്കാക്കിയിട്ട്. എന്നിട്ട് നമ്മുടെ ചീർപ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ വാർന്നു കൊടുക്കുക. ഇങ്ങനെ മാറുമ്പോഴാണ് നമ്മളെ തലയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുക കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ കൂടിയാലാണ് നമ്മളെ മുടി പെട്ടെന്ന് വളരുകയൊക്കെ ചെയ്യുക. എന്നിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിത് പതുക്കനെയാണ് ചെയ്യുന്നത്, ഞാൻ സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോ. അതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ തലയിൽ തേക്കാനുള്ള സംഭവം തയ്യാറാക്കാം കേട്ടോ. മുടിയുടെ കാര്യം ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദിവസം ഒരു 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക കേട്ടോ. നമ്മളെ ശരീരം എത്രത്തോളം തണുത്തിരിക്കുന്നോ അത്രയും നമുക്ക് മുടി വളർച്ച ഉണ്ടാവും. നമ്മളെ ശരീരം ഭയങ്കരമായിട്ട് ചൂടായിട്ടിരിക്കുമ്പോഴാണ് തലയൊക്കെ ഡ്രൈ ആയിട്ട് മുടി കൊഴിച്ചിലും താരനും ഒക്കെ വരിക. പിന്നെ നമ്മൾ ഈ ഒരു 21 ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 2 സ്പൂണ് ഉലുവ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുതിർത്ത് വെക്കുക കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഒരു ഉലുവ കട്ട കെട്ടിപ്പോവും, അതുകൊണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഉലുവ കുതിർത്താൻ എടുക്കുന്ന വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കിണറ്റിൽ നിന്ന് കോരുന്ന നല്ല വെള്ളം എടുക്കുക. നമ്മൾ ഉപ്പ് വെള്ളമൊക്കെ ഉണ്ടാവില്ല, ചില സ്ഥലത്ത് ഉപ്പ് വെള്ളമൊക്കെ ഉണ്ടാവും. ഉപ്പ് വെള്ളമോ കുഴൽക്കിണറിലെ വെള്ളമോ ക്ലോറിന് ഉപയോഗിച്ചിട്ടുള്ള വെള്ളമോ അങ്ങനത്തെ വെള്ളമൊന്നും എടുക്കാതിരിക്കുക കേട്ടോ. എന്നിട്ട് ഇതൊരു 24 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. 24 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഉലുവ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ഉലുവേൻ്റെ വെള്ളത്തിനൊക്കെ മഞ്ഞ കളറായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു മഞ്ഞ കളറൊന്നും വന്നിട്ടുണ്ടാവില്ല. ഉലുവയൊക്കെ വീർത്ത് അതിന് ഒരു മഞ്ഞ കളർ വെള്ളമായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഉലുവ എടുത്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഈ ഒരു ഉലുവ അരിച്ചെടുക്കട്ടെ, ഈ ഒരു വെള്ളം മാത്രമായിട്ട് അരിച്ചെടുക്കുക. 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഉലുവേൻ്റെ വെള്ളം തേച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഉലുവ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. പക്ഷേങ്കിൽ ഇതിങ്ങനെ ഉപയോഗിക്കരുത്, ഭയങ്കര സ്മെല്ലായിരിക്കും. ഇതൊന്ന് ഡ്രൈ ആക്കി വെക്കണം. വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്ത് കൊണ്ടുവച്ചിട്ട് ഒന്ന് ചിക്കി ഇട്ട് കൊടുക്കുക, എന്തെങ്കിലും കോട്ടൺ തുണിയിലോ പേപ്പറിലോ വെച്ചിട്ട്. അപ്പോൾ അത് ഡ്രൈ ആയിട്ട് വരും. അത് വീണ്ടും നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഒരു 3 ദിവസം ഉപയോഗിക്കാം കേട്ടോ. 3 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ട, സ്മെല്ല് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലായിരിക്കും. അപ്പം 3 ദിവസം വരെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം വേറെ 2 സ്പൂണ് എടുത്തിട്ട് ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പിക്കുക, ബെറ്റ് വയ്ക്കാം, മുടി നീളെന്ന് പറഞ്ഞാൽ മുടി നീണ്ടിരിക്കും. മുടി നീളമെന്ന് മാത്രമല്ല, നമുക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് തന്നെ ഈ ഒരു 21 ദിവസം കൊണ്ട് മാറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ താരനൊക്കെ ഉണ്ട്, അതൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു ഉലുവേൻ്റെ വെള്ളം നമ്മൾ തലയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തലയിൽ വെളിച്ചെണ്ണ തൊട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പം ഞാൻ ഈ ഒരു ഉലുവ അരിച്ച് വെച്ചിട്ടുള്ള ഉലുവ ഞാനൊരു തുണീൻ്റെ അകത്തേക്ക് ഒന്ന് ചിക്കി കൊടുത്തിട്ടൊന്ന് വെയിലത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാനൊരു 3 ദിവസത്തോളം ഉപയോഗിക്കും.
പിന്നെ നമ്മളെ മുടി ഈ ഒരു ഉലുവേൻ്റെ വെള്ളം തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ് തലയിൽ തന്നെ പിടിപ്പിച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് കുളിക്കാം കേട്ടോ. തലയിൽ വെള്ളം ഒഴിച്ചിട്ട് കുളിക്കാം, നോർമൽ വാട്ടറിൽ തന്നെ കുളിക്കാം. പിന്നെ തലയ്ക്കൊക്കെ പെട്ടെന്ന് തന്നെ തണുപ്പൊക്കെ അങ്ങനെ അസുഖങ്ങളൊക്കെ നീരിറക്കമൊക്കെ വരുന്നവരാണെങ്കിൽ 30 മിനിറ്റ് വെക്കേണ്ട. ഇത് കാണുന്ന ആണുങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ 30 മിനിറ്റ് ഒന്നും വെക്കേണ്ട കേട്ടോ. ഒരു 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഈ ഒരു ചെവിൻ്റെ ഭാഗത്തൂടെ നീരിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികം സമയം അങ്ങനെയുള്ളവർ അധികം സമയം വെക്കേണ്ട. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തലയിലൊക്കെ തേച്ചിട്ട് ശീലമുള്ളവരാണെങ്കിൽ 30 മിനിറ്റ് തന്നെ വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ രാത്രി ഉറങ്ങുക. ഇതൊക്കെ തേച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് മുടി നല്ലപോലെ കൈകൊണ്ട് തന്നെ, ചീർപ്പ് ഉപയോഗിക്കുകയാണ്, കൈകൊണ്ട് തന്നെ ചിക്കൊക്കെ പോക്കിയിട്ട് അടുക്കി കെട്ടി വെക്കുക. അതുപോലെ തന്നെ രാത്രിയും രാവിലെയും മുടി ചീകുകയും വേണം. നല്ല ഉറങ്ങാൻ പോകുന്ന സമയത്ത് മുടി പിന്നിയിട്ടിട്ടോ മെടഞ്ഞിട്ടിട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ കെട്ടി വെച്ചിട്ടോ ഉറങ്ങുക. 21 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ മുടിക്ക് നല്ലൊരു